എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലോക ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പോരാട്ടങ്ങളിലൊന്നിന് കൊളംബോയിലെ പിച്ചിൽ തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇരു ടീമുകളുടെയും ഡ്രസ്സിംഗ് റൂമുകൾക്കുള്ളിൽ അരങ്ങേറുന്നത് നമ്മൾ പുറത്തു കാണുന്നതിലും വലിയ മാനസിക യുദ്ധങ്ങളാണ്. ICC T20 ലോകകപ്പിലെ 28ാം മത്സരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുമ്പോൾ അതൊരു വെറും മത്സരമെന്നതിലുപരി അതിർത്തികൾ ഭേദിക്കുന്ന വികാരങ്ങളുടെയും അഭിമാനത്തിന്റെയും ഒരുപക്ഷെ ചിലരുടെ കരിയർ തന്നെ തീരുമാനിക്കുന്ന ജീവൻ മരണ പോരാട്ടമായി മാറുകയാണ്. കൊളംബോയിൽ അരങ്ങേറാനിരിക്കുന്ന ഈ മഹാത്ഭുതത്തിന് മുന്നോടിയായി പാകിസ്ഥാൻ ക്യാമ്പിലെ ഡ്രസ്സിംഗ് റൂമുകളിലും വാർത്താ സമ്മേളനങ്ങളിലും ക്യാമറകൾ ഓണായപ്പോൾ തന്നെ ആ മുഖങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ പിരിമുറുക്കവും സമ്മർദ്ദവും ലോകം കണ്ടതാണ്. ഇതൊരു സാധാരണ ക്രിക്കറ്റ് മത്സരം മാത്രമല്ലെന്നും രണ്ട് രാജ്യങ്ങളുടെ അഭിമാനത്തിന്റെയും അചഞ്ചലമായ ഇച്ഛാശക്തിയുടെയും നേർക്കുനേർ പോരാട്ടമാണെന്നും പാക് താരങ്ങളുടെ ഓരോ വാക്കുകളും വിളിച്ചോതുന്നുണ്ട്. അവരുടെ ഓരോ പ്രതികരണങ്ങളിലും ഒരുതരം അസ്വസ്ഥതയും ഭയവും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതെ, കളത്തിലിറങ്ങും മുൻപേ അവർ ഇന്ത്യക്കെതിരെ ഒരു വലിയ മാനസിക യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണെന്ന് ആർക്കും തോന്നിപ്പോകും. വാർത്താ സമ്മേളനത്തിൽ ഷഹീൻ അഫ്രീദി ഇന്ത്യയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ആ വാക്കുകളിൽ ആത്മവിശ്വാസത്തേക്കാൾ കൂടുതൽ വെല്ലുവിളിയുടെ പരുക്കൻ സ്വരമായിരുന്നു മുഴങ്ങി നിന്നത്. ഇന്ത്യ ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടാകും. എന്നാൽ ഇത്തവണ അവരൊരു പുതിയ പാകിസ്ഥാനെയാകും കാണുക. ഞങ്ങൾ വളരെ ആവേശത്തിലാണ്. അവരുടെ ബാറ്റർമാരെ വേഗത്തിൽ പുറത്താക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ മത്സരത്തിൽ ടോസ് വളരെ നിർണായകമാകും എന്ന് ഷഹീൻ യാതൊരു മടിയുമില്ലാതെ തുറന്നടിച്ചു. ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ തങ്ങൾക്ക് അണുവിട തെറ്റാതെ അറിയാമെന്നും അവരെ തടയാൻ കൃത്യമായ കെണിയൊരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ ശരീരഭാഷ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇതിനു പിന്നാലെ ഉസ്മാൻ താരിഖും പാക് നായകൻ സൽമാൻ അലി ആഖയും മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ വികാരം തന്നെയായിരുന്നു അലയടിച്ചത്. ഇന്ത്യക്കെതിരെയുള്ള തങ്ങളുടെ നിഗൂഢ തന്ത്രങ്ങളെക്കുറിച്ച് സംസാരിക്കവേ ഈ മത്സരം വെറുമൊരു കളി മാത്രമല്ല, മറിച്ച് മുൻകാലങ്ങളിലെ നാണംകെട്ട പരാജയങ്ങൾക്ക് കണക്ക് തീർക്കാനുള്ള സുവർണ അവസരമാണെന്ന വ്യക്തമായ സൂചനയാണ് അവർ നൽകിയത്. ചിലപ്പോഴൊക്കെ അതിരുകടന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചെങ്കിലും പഴയ തോൽവികളുടെ കൈപ്പേറിയ ഓർമ്മകൾ നൽകുന്ന കടുത്ത സമ്മർദ്ദം അവരുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. ഇതിനിടയിൽ മുൻ നായകൻ ബാബർ അസം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയതോടെ അന്തരീക്ഷം ഒന്നുകൂടി ഗൗരവമായി മാറി. ഇന്ത്യൻ ടീമിന്റെ കരുത്ത് പൂർണ്ണമായി അംഗീകരിച്ച ബാബർ എന്നാൽ ഏത് പ്രതിസന്ധിയിലും പിന്നോട്ടു പോകാൻ തങ്ങൾ തയ്യാറല്ലെന്ന് അസന്ദിഗ്ധമായി വ്യക്തമാക്കി. ടീം ഇന്ത്യക്കെതിരെ കളിക്കുന്നത് എപ്പോഴും വെല്ലുവിളി നിറഞ്ഞതാണ്. അവരെപ്പോഴും ഞങ്ങൾക്ക് കടുത്ത പോരാട്ടം നൽകുന്നു. എന്നാൽ ഇത്തവണ ഞങ്ങൾ പൂർണ്ണ സജ്ജരാണ്. ഇൻഷാ അല്ലാഹ് ഇന്ത്യയെ തോൽപ്പിക്കാൻ തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോരാട്ടം അവസാന പന്തുവരെ നീട്ടിക്കൊണ്ടുപോകാൻ പാകിസ്ഥാൻ തയ്യാറാണെന്ന സന്ദേശമാണ് ആ ശാന്തമായ വാക്കുകളിൽ ഒളിഞ്ഞിരുന്നത്. എന്നാൽ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും വലിയ പ്രകോപനം സൃഷ്ടിച്ചത് പാക് താരം സാഹിബ് സാദ ഫർഹാന്റെ വാക്കുകളാണ്. ഇന്ത്യൻ ടീമിനെ ഞങ്ങൾക്ക് വില കുറച്ച് കാണാനാകില്ല. പക്ഷേ ഇത്തവണ ഞങ്ങൾ ഇന്ത്യയെ പരാജയപ്പെടുത്തും. കഴിഞ്ഞ തവണ അവർ കഷ്ടപ്പെട്ടാണ് ജയിച്ചത്. എന്നാൽ ഇത്തവണ അവർക്ക് ഞങ്ങൾ ഒരവസരവും നൽകില്ല എന്ന് പ്രഖ്യാപിച്ച ഫർഹാൻ ഉസ്മാൻ താരിഖ് എത്തിയതോടെ അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ തുടങ്ങിയ ഇന്ത്യൻ വജ്രായുധങ്ങളെ ഞങ്ങൾ വേഗത്തിൽ പുറത്താക്കുമെന്ന് ഞെട്ടിക്കുന്ന വെല്ലുവിളിയാണ് ഉയർത്തിയത്. അവിടെയും തീർന്നില്ല. T20 ക്രിക്കറ്റിൽ ജസ്പ്രീത് ബുംറയുടെ കരിയർ എങ്ങോട്ട് പോകുമെന്ന് ഈ മത്സരത്തിൽ ഞങ്ങൾ തീരുമാനിക്കുമെന്നൊരു വമ്പൻ പ്രസ്താവന കൂടി ഫർഹാൻ നടത്തിയിരിക്കുകയാണ്. ഈ വാക്പോരിനാക്കം കൂട്ടിക്കൊണ്ട് ഉസ്മാൻ താരിഖും തന്റെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കി. പാകിസ്ഥാന് വേണ്ടി കളിച്ച് ഇന്ത്യക്കെതിരായ മത്സരം വിജയിപ്പിക്കുക എന്നത് എന്റെ ബൗളിംഗ് കരിയറിലെ ഏറ്റവും വലിയ സ്വപ്നമാണ്. ഞാൻ വളരെ ആവേശത്തിലാണ്. ഇന്ത്യൻ ടോപ്പ് ഓർഡറിനെ എത്രയും വേഗം തകർക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. ഈ മത്സരത്തിൽ എന്റെ ബൗളിംഗ് മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ലെന്ന് അദ്ദേഹം അഹങ്കാരത്തോടെ കൂട്ടിച്ചേർത്തു. ലോകകപ്പിലെ തങ്ങളുടെ മോശം റെക്കോർഡ് തിരുത്തിയെഴുതാൻ പാക് ആരാധകർ ആഗ്രഹിക്കുമ്പോൾ ടൂർണമെന്റിൽ ഇതുവരെ കാര്യമായ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്ത പാകിസ്ഥാന് ഇന്ത്യക്കെതിരായ ഈ മത്സരം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. മറുഭാഗത്ത് സാക്ഷാൽ സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ നിര കൊളംബോയിൽ ഒരു വലിയ രൺമല തന്നെ തീർക്കാൻ കാത്തിരിക്കുമ്പോൾ പാക് നിര അതിനെ എങ്ങനെ നേരിടുമെന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. മത്സരത്തിന് മുൻപ് തന്നെ പുറത്തുവന്ന ഈ പ്രസ്താവനകൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഇന്ത്യ പാക് പോരാട്ടം വെറും ഒരു സ്കോർ ബോർഡിൽ ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് അതിർത്തികൾ കടക്കുന്ന വികാരങ്ങളുടെ വലിയൊരു പോരാട്ടമാണ്. പാക് താരങ്ങളുടെ ഈ വമ്പൻ അവകാശവാദങ്ങൾ കളത്തിൽ എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് കണ്ടറിയണം. സമ്മർദ്ദത്തിന് മുന്നിൽ ആരു വീഴും, ആര് കൊളംബോയുടെ മണ്ണിൽ ചരിത്രം രചിക്കുമെന്നത് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. എന്തുതന്നെയായാലും പാകിസ്ഥാൻ താരങ്ങളുടെ ഈ വെറും വാചാടോപങ്ങൾ കേട്ട് ഭയക്കാൻ ഇന്ത്യൻ ആരാധകർ തയ്യാറല്ല. കാരണം ഇത് പുതിയ ഇന്ത്യയാണ്. സൂര്യകുമാർ യാദവിന്റെ വിശ്വസ്ത കരങ്ങളിൽ സുരക്ഷിതമായ വീരന്മാരുടെ വലിയൊരു നിര തന്നെയുള്ള നമ്മുടെ സ്വന്തം നീലപ്പട. പാകിസ്ഥാൻ ബൗളർമാർക്ക് മുന്നിൽ നെഞ്ചുവിരിച്ചു നിൽക്കാൻ അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും മാത്രമല്ല, സഞ്ജു സാംസനെ പോലുള്ള വമ്പൻ പ്രഹരശേഷിയുള്ള താരങ്ങളും ഈ ഇന്ത്യൻ നിരയിലുണ്ടെന്ന സത്യം പാകിസ്ഥാൻ സൗകര്യപൂർവ്വം അറിഞ്ഞിട്ടുണ്ടാകാം. ബുംറയുടെ കരിയർ അവസാനിപ്പിക്കുമെന്ന് അഹങ്കരിക്കുന്നവർ ആ തീപ്പൊരി യോർക്കറുകൾക്ക് മുന്നിൽ സ്വന്തം സ്റ്റമ്പുകൾ വായുവിൽ തെറിച്ചു പോകുന്നത് കാണാൻ തയ്യാറായിക്കൊള്ളുക. ക്യാമറകൾക്ക് മുന്നിൽ അവർ നടത്തുന്ന ഈ വീരവാചകങ്ങൾ കൊളംബോയിലെ പിച്ചിൽ അവർക്ക് തന്നെ വലിയ കുരുക്കാകാനാണ് സാധ്യത.
സാധ്യത. എത്രയൊക്കെ മാനസിക സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചാലും ഇന്ത്യൻ താരങ്ങൾ കളത്തിൽ ബാറ്റ് കൊണ്ടും പന്തുകൊണ്ടും അതിക്രൂരമായി തന്നെ മറുപടി നൽകും. പാകിസ്ഥാന്റെ ഈ പൊള്ളയായ അവകാശവാദങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ സത്യം, അവരുടെ ഉള്ളിലെ ആ വലിയ ഭയം കൊളംബോയിൽ മറനീക്കി പുറത്തുവരിക തന്നെ ചെയ്യും. അതെ, ഇത് വെറുമൊരു മത്സരമല്ല, 140 കോടി ഭാരതീയരുടെ അഭിമാന പോരാട്ടമാണ്. പാകിസ്ഥാന്റെ അഹങ്കാരത്തിന്റെ മുനയൊടിച്ച് നമ്മുടെ പയ്യന്മാർ കൊളംബോയിൽ വിജയക്കൊടി പാറിക്കുന്നത് കാണാൻ ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. പാക് താരങ്ങളുടെ ഈ അഹങ്കാരത്തെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇന്ത്യ മത്സരം തൂക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ത്യ ദ കിങ് എന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് കൂടെ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.